യേശു പറയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശുനാഥൻ്റെ വാക്കാണ്. നമുക്ക് ആ വചനം ഒന്ന് ശ്രവിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനം. തിരുനാളിൻ്റെ അവസാന മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്നു. ഒരു തിരുനാളിന് യേശുനാഥൻ ദേവാലയത്തിലേക്ക് വരികയാണ്. അവിടെ ഇരിക്കുകയായിരുന്നു. യേശു അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് വീണ്ടും ശബ്ദമുയർത്തി അവൻ പറയുകയാണ്. എഴുന്നേറ്റ് നിന്നു ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നോക്കിയേ, യേശു അങ്ങനെ ശബ്ദമൊക്കെ ഉയർത്തി പറയണമെന്നുണ്ടെങ്കിൽ അത്ര ഗൗരവമായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ആ ദേവാലയത്തിൽ വന്നപ്പോൾ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറയണം, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജല അരുവികൾ ഒഴുകും. യേശുനാഥന് സാക്ഷികളാകുന്നൊക്കെയാണ് യേശുനാഥൻ പറയുന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. വിശ്വസിക്കണം. നമ്മുടെ ദാഹം തീരണമെങ്കിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകണം. എന്തെല്ലാം ദാഹമുണ്ട്, പല പല ദാഹങ്ങളുണ്ട് അല്ലേ? സമ്പത്തില്ലാത്ത ദാഹം, ഭവനമില്ലാത്ത ദാഹം, മക്കളെ വിവാഹം കഴിക്കാൻ പറ്റാത്ത സമ്പത്തില്ലാത്ത ദാഹം, ജോലി കിട്ടില്ലാത്ത ദാഹം. ഇതെല്ലാം കർത്താവിൻ്റെ ഇടം. കർത്താവിന് വിട്ടുകൊടുക്കണം. പ്രാർത്ഥിച്ച് മടുപ്പ് തോന്നരുത്. കർത്താവിലേക്ക് തിരിയുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അവൻ തരും. ആരും ഇല്ലാത്തവിടത്തേക്ക് ആര് വരും? ദൈവപുത്രൻ വരും. ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.